ഹായ്. പുതിയൊരു സ്റ്റൈലിലാണ് ഇപ്പോൾ, ഇതാണല്ലോ ട്രെൻഡ്, അഭിനന്ദൻ സ്റ്റൈൽ മീശ. എന്തായാലും അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ തൃശ്ശൂരിലാണ് നിൽക്കുന്നത്. ഇവിടെ വൈഫ് ഹൗസിലാണ്. അപ്പോൾ കുറച്ച് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഈ ഒരു ഈവനിങ് ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് തൊട്ടടുത്ത പറമ്പിൽ മാങ്ങയുണ്ട്, നിറച്ച് മാവിൽ മാങ്ങ പൂത്തിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പോയി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് പോയി കളയാം. ഇവിടെ കൂടെ വൈഫിൻ്റെ അച്ഛൻ പാപ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വൈഫിൻ്റെ പാപ്പനുണ്ട്, പുള്ളി ഇവിടെ സംഭവമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ? പാപ്പ നോക്കി ഇങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. മാങ്ങയൊക്കെ പൊട്ടിച്ച് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ, നാടൻ ഐറ്റംസൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് വരാം. അതായത് ആ കാഴ്ചകൾ ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. ഒപ്പം ബാപ്പോര്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പറമ്പ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ പുറകിലൊരാളുണ്ട്. ഇത് കണ്ടോ? അതെ, ഇവിടെ നോക്കിയേ. ഇതേ ഇതെന്തത്? ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറയ്. എവിടെ ആള് നല്ല മൂഡിലല്ല. അതേ പാപ്പനവിടെ ഫസ്റ്റ് തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കങ്ങോട്ട് പോവാം. പിള്ളേരൊക്കെ ഈവനിങ് ഒക്കെ ഇതേപോലെ ആരെങ്കിലും സ്പെൻഡ് ചെയ്യാറുണ്ടോ? വളരെ അപൂർവമായിരിക്കും. നാട്ടിൻപുറങ്ങളിലൊക്കെ മാത്രമേ ഇതുപോലെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഇപ്പോൾ ടി വിയും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പഴയ ആ ഒരു തലമുറയുടെ ആ ഒരു നാട്ടിൻപുറം ഫീല് അതെന്ത് വന്നാലും ഒരിക്കലും ഏത് മൊബൈലും കമ്പ്യൂട്ടർ എന്ത് വന്നാലും അത് കിട്ടില്ല. അത് ഉറപ്പ് തന്നെയാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയാണ്. അപ്പം അത്തരത്തിലൊരു നൊസ്റ്റാൾജിക് ഓർമ്മയിലേക്കാണ് ഞാനിപ്പോൾ ആ ഒരു ഫീലിലാണ് ഞാൻ നിൽക്കുന്നത്. ശരിക്കും ഞങ്ങളും പണ്ട് ഇതുപോലെ ഒരു ഗ്രാമത്തിലായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പം അന്നത്തെ വൈകുന്നേരമൊക്കെ ഇതുപോലെ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും പിന്നെ ഈ പറഞ്ഞ പോലെ പറമ്പിൽ മാങ്ങ ഇടാനും തേങ്ങ പൊട്ടിക്കാനും ഒക്കെ കരിക്കിടാനും ഒക്കെ പോയി നല്ല അടിച്ച് പൊളിച്ച് എന്താ പറയുക എൻജോയ് ചെയ്തൊരു ടൈമായിരുന്നു അത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു എൻജോയ്മെൻറ്റ് കിട്ടാറില്ല. ഏതായാലും ഇന്ന് വളരെയധികം എൻജോയ് ചെയ്തു ഞങ്ങൾ, അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ചെറിയൊരു കിറ്റിലൊക്കെ ആക്കിയിട്ട് സംഭവം കൊണ്ട് നടക്കണേണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്, പാറത്തോടെന്നാണ് പേര് പോലെ തന്നെ. ഫുള്ള് പാറയാണ് അവിടെ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ 2.5-3 കിലോമീറ്റർ അകലെയാണ് ഈ പറഞ്ഞ സ്ഥലം. അധികം പുറത്താരും അറിയാത്തൊരു സ്ഥലമാണ്, റൂറൽ ഏരിയ ആണ്. ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്, പാറ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളമായിരിക്കുള്ളൂ. വെള്ളപ്പൊക്കമൊക്കെ അന്ന് വന്ന ടൈമിൽ കാണണ്ട, ഒന്നും പറയണ്ട. ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടാണത്. എന്തായാലും ഇപ്പോൾ ആ പാറത്തോട് വഴിയാണ് നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. ഇത് കണ്ട എത്ര നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റ് ഇട്ട് ആകെ നാറ്റിക്കും. ഇതൊന്നും ഇവിടെ നമ്മുടെ നാട്ടുകാർ ചെയ്യണ പരിപാടിയൊന്നുമല്ല.
ഈ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഓരോരുത്തന്മാർ ഇടണയാ. ചില നടക്കാൻ പറഞ്ഞവർ ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ രാത്രിയൊക്കെ കൊണ്ടുവന്നിട്ട് തട്ടണവരുണ്ട്. എന്ത് ചെയ്യാനാ? ഇത് ഞാൻ കൊല്ലം തോറും ഇത് വെട്ടാറില്ലാത്ത ആനായിരുന്നു. ഇത് എന്നിട്ട് ഇത്രയും വളർന്നത് പണ്ട് ഇതിലായിരുന്നു മഴയായി. അത് കാരണം കൊല്ലം തോറും വെട്ടാറുള്ളത് ആനായിരുന്നു അത്. പിന്നെ ഞാൻ 5-6 കൊല്ലമായിട്ട് അത് നോക്കാണ്ടായി. അന്നിവിടെ കുളിക്കുമായിരിക്കും. വീട്ടിൽ നിന്ന് ഇങ്ങനെ കറങ്ങി പറമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് വീണ്ടും അവിടെ വേറെ വഴിയിൽ തിരിച്ച് വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കാം. പുളിയൊന്നുമില്ല, ചെനച്ച മാങ്ങ. ലേശം മധുരവും കൂടി ഉണ്ട്, ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടപ്പോൾ നല്ല രസം. ചെനച്ച മാങ്ങയാണ്, നല്ല വെറൈറ്റി രുചി. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് കാണിക്കാം. തിന്ന് മതിയാണല്ല. സൂപ്പർ. അപ്പോൾ നമ്മൾ പച്ചമാങ്ങ മുളകിട്ട് ഇടിച്ചതൊക്കെ കഴിച്ചു, നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു. ഇനി പറിച്ച പച്ചമാങ്ങ കൊണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഗ്രൻ ജ്യൂസാണ്. അതായത് ഈ ചൂട് കാലത്തൊക്കെ ഉള്ളു തണുപ്പിക്കാൻ പറ്റിയ ഒരു നാടൻ ജ്യൂസ്. സാധാരണ മാംഗോ ജ്യൂസ് പോലെയല്ല, പച്ചമാങ്ങയുടെ ജ്യൂസ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം, എന്നിട്ടത് ടേസ്റ്റും ചെയ്യാം. ഓക്കെ, വാ.
അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡിയായി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് വീട്ടിൽ, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത്. അല്ലെങ്കിൽ നമുക്കൊന്ന് കുടിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ ആ ഒരു ഈവനിങ് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു. ചുറ്റും കറങ്ങി, മാങ്ങ പൊട്ടിച്ചു, മാങ്ങ ചതച്ചിരുന്നു. ഇപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ അവസാനം മാങ്ങ ജ്യൂസും, പച്ചമാങ്ങ ജ്യൂസും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നവരേക്കും ഗുഡ് ബൈ.